ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് 10 മണിച്ചെടി നടുന്ന വീഡിയോ ആണ്. അതിനായിട്ട് വേണ്ടത് ഇതുപോലെ വലിപ്പമുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിൻ്റെ ചുറ്റും ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ അടിഭാഗത്തും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വലുപ്പമുള്ള പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിലും ചെയ്യാവേ, അടപ്പ് കളഞ്ഞിട്ട്. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. ആ പ്ലാസ്റ്റിക് ബോട്ടിലിനെക്കാട്ടിലും കുറച്ച് വലുപ്പമുള്ള നീളത്തിലുള്ള ഒരു കുപ്പി ആവശ്യമാണ്. ആ കുപ്പിയിലും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾസ് ഇട്ട് കൊടുത്തത് ഇതിലൂടെ നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. നിങ്ങൾ 10 മണിച്ചെടിക്ക് ഏത് പോട്ടിംഗ് മിക്സാണ് നൽകാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും ഞാൻ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 10 മണിച്ചെടിയുടെ കുറച്ച് കട്ടിങ്ങുകളാണ്. ഞാൻ ചെറിയ ചെറിയ കട്ടിങ്ങുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. 10 മണിച്ചെടി ഇതുപോലത്തെ ചെറിയ കട്ടിങ് വെച്ച് കൊടുത്താലും പെട്ടെന്ന് കിളുത്ത് വരുവേ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള 10 മണിച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കുത്തി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുപോലത്തെ ഇലയുള്ള 10 മണിച്ചെടിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും ഞാനിവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഭംഗിയുണ്ടായിരിക്കും 10 മണിച്ചെടി മുഴുവനായും വളർന്ന് പൂവുണ്ടായി നിൽക്കുന്നത് കാണാനേ. ഇതിൻ്റെ മുകൾ ഭാഗത്തും മുഴുവനായും കുത്തി കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ബുഷിയായി വളർന്ന് ഇതിൽ പൂവ് ഉണ്ടാവുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതലായും മനസ്സിലാവുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. എൻ്റെ കയ്യിൽ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചെറുതെടുത്തത്. നിങ്ങളുടെ കയ്യിൽ 1 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതാകുമ്പോൾ ബോട്ടിലിൽ കുറച്ച് ഏറെ മണ്ണ് നിറയ്ക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ചെറിയ ബോട്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെറുതെടുത്തത്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതുപോലത്തെ ഒരു കമ്പി എടുത്ത് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. 2 സൈഡിലും ഓരോ ഹോള് വീതം ഇട്ട് കൊടുക്കണേ. ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബോട്ടിലിനും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചെറിയൊരു ത്രെഡോ കയറോ എന്തെങ്കിലും എടുത്ത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളെ നമുക്ക് കൂട്ടി കെട്ടിവെക്കാം. നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു ഹാങ്ങിങ് ഐഡിയയാണ്. 10 മണിച്ചെടിയൊക്കെ മഴക്കാലത്ത് നശിച്ചു പോകാതിരിക്കാൻ ഇതുപോലെയൊക്കെ ചെയ്ത് ഹാങ് ചെയ്തിട്ടാൽ നല്ലതാണ്. ഹാങ്ങിങ് ആവുമ്പോൾ നമുക്ക് അധികം സ്പേസ് ആവശ്യമില്ലാതെ തന്നെ ഹാങ് ചെയ്യാമല്ലോ. അതായത് മഴയില്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ കൂട്ടി കെട്ടിയെടുത്തിട്ടുണ്ട്. എല്ലാ ബോട്ടിൽസും നമുക്ക് അതുപോലെ കൂട്ടി കെട്ടിയെടുക്കണേ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആരെങ്കിലും ഇതുപോലെയൊക്കെ 10 മണിച്ചെടി നടാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന ബോട്ടിലുകളെ രണ്ടിനെയും കൂടി ഇതുപോലെ ഒന്ന് കൂട്ടിക്കെട്ടി റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തെ നൂലെല്ലാം കൂടി ഇതുപോലെ പിടിച്ച ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി ഒരു വലിയ ത്രെഡ് എടുത്ത് നമുക്ക് ഹാങ് ചെയ്തിടണേ. ഇതുപോലെ വലുപ്പമുള്ള ഒരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്തിടാം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 10 മണിച്ചെടിയുടെ ഏതൊക്കെ കളറുകൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. മിനറൽ വാട്ടറിൻ്റെ ഒക്കെ ബോട്ടിലുകൾ കുറേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലും ഹോൾസ് ഇട്ട് കൊടുക്കണേ. ശേഷം നമുക്ക് ഇതിലോട്ട് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഒരു ഹാങ്ങിങ് പ്ലാന്റർ ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം.
ഇതുപോലെ മുഴുവനായിട്ടും നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 10 മണി കട്ടിങ്ങുകൾ നട്ടുവയ്ക്കാം. ഞാൻ നേരത്തെ വെച്ച് കൊടുത്ത അതേ ടൈപ്പ് 10 മണി കട്ടിങ്ങുകൾ തന്നെയാണ് ഇതിനും വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ 10 മണീൻ്റെ തണ്ടുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇതിലോട്ട് മുഴുവനായിട്ടും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ ചെറിയ ചെറിയ തണ്ടുകളും അടുപ്പിച്ചടുപ്പിച്ച് ഈ ബോട്ടിലിൽ കുത്തി കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഇവിടെ കുത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലൊരു ഹാങ്ങിങ് പ്ലാന്ററാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഐഡിയ ആണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു ഐഡിയയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.